രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയെ ഒതുക്കാൻ നടക്കുമായിരുന്നു ഗൗതം ഗംഭീറും ചീഫ് സെലക്ടർ. ഇന്ന് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വന്നിട്ട് അവരെ ഒതുക്കി തിരിച്ച്. ഗൗതം ഗംഭീറിനെ ഒതുക്കി വർണ്ണവെറിയുള്ള ചീഫ് സെലക്ടറായ അജിത് അഗാക്കറിനെ ഒതുക്കി ഒരു മൂല വെച്ചു. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലി എന്ത് ചെയ്യുന്നെന്നായിരുന്നല്ലോ ചോദ്യം. ഇപ്പൊ എല്ലാവരും തിരിച്ചു ചോദിക്കും ഗൗതം ഗംഭീറിനോടും അജിത് അഗാക്കറിനോടും, നീയൊക്കെ എന്തോ ചെയ്തത്? പഴം വിഴിഞ്ഞ പോലെ വന്നിരുന്ന് കണ്ട സൗത്ത് ആഫ്രിക്കയുടെ മുമ്പിൽ വൈറ്റ് വാഷ് ആക്കി ടെസ്റ്റ്, സൗത്ത് ആഫ്രിക്കയുടെ കോച്ചിനെ കൊണ്ട് പറഞ്ഞ് ഗ്രോവൽ എന്ന് പറഞ്ഞ് മണ്ണിൽ കിടന്ന് എഴയാൻ വേണ്ടി പറഞ്ഞ് ലോകത്തിന് മുമ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ നാണം കെടുത്തി, സൗത്ത് ആഫ്രിക്കയുടെ മുമ്പിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നാണം കെടുത്തി. അതാണ് ഗൗതം ഗംഭീറും അജിത് അഗാക്കറും കൂടെ ചേർന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് സമർപ്പിച്ചത്. ഇന്ത്യയൊക്കെ പൊട്ട ടീം സെലക്ഷൻ വെച്ചുകൊണ്ടല്ല ഈ കളി ജയിച്ചത്. ഇതുപോലുള്ളൊരു പൊട്ട ടീം സെലക്ഷൻ ലോകത്തെങ്ങും ഇല്ലായിരുന്നു കേട്ടോ. ഒരു ടീമിൽ 3 വിക്കറ്റ് കീപ്പർമാരാണ്. 3 വിക്കറ്റ് കീപ്പർമാർ. ജുറേലിനെ എടുക്കണമല്ലോ ടീമിലോട്ട്, ഡൽഹിക്കാരനാണ്, കൂറ് കാണിക്കണമല്ലോ ഡൽഹിയിലോട്ട്. അതുകൊണ്ട് ജുറേലിനെ ഇരിക്കട്ടെ ടീമിലോട്ട്. ടീമിനകത്ത് ഒരു ഫിനിഷർ ഇല്ല, ഒരു വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നർ ഇല്ല പ്രോപ്പറായിട്ടുള്ള. വരുൺ ചക്രവർത്തിയെ കൂട്ട് വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നറെ ഇന്ത്യ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അക്ഷർ പട്ടേലിനെ കൂട്ടി ഒരു ഓൾറൗണ്ടറെ ഇന്ത്യ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ബാക്കപ്പായിട്ട് ഒരു പേസർ പോലും ഇല്ലായിരുന്നു ഇന്ത്യൻ ടീമിന്. ഏതെങ്കിലും ഒരു ബോളറിന് ഇഞ്ചുറി ആയിരുന്നെങ്കിൽ ഒരു ബാക്കപ്പായിട്ട് ആരെ കൊണ്ട് എറിയിപ്പിച്ചേനെ? നിതീഷ് കുമാർ റെഡ്ഡിയെ കൊണ്ട് ബോൾ ചെയ്യിപ്പിച്ചേനെ. ഇത്രയും പൊട്ട ടീം സെലക്ഷൻ സത്യം പറഞ്ഞാൽ നിന്നെ കൊണ്ടൊക്കെ കഴിയത്തുള്ളൂ. ഒരു സൂപ്പർ സ്റ്റാർ പോലും വേണ്ട ടീമിൽ. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും 2 സൂപ്പർ സ്റ്റാർ വന്ന് ജയിപ്പിച്ച് കാണിച്ചു തന്നു എങ്ങനെയാണ് ജയിക്കേണ്ടതെന്ന്. 7ാമത്തെ സീരീസാണ് സൗത്ത് ആഫ്രിക്കക്കെതിരെ ജയിക്കുന്നത്. ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. ODI സീരീസും പോയനെ. 2015 ശേഷം സൗത്ത് ആഫ്രിക്ക മറ്റൊരു ODI സീരീസ് ഇന്ത്യയിൽ വന്ന് ജയിച്ചേനെ. അവസാനമായിട്ട് സൗത്ത് ആഫ്രിക്ക ജയിക്കുന്നത് 2015. ഇതൊക്കെയാണ് ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിന് സമർപ്പിച്ചത്. സൂപ്പർ സ്റ്റാറുകളെല്ലാം ഒതുക്കി വെക്കും. SSC ജയ്സ്വാളിനെ കൂട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാറിനെ ഒതുക്കി വെച്ചേക്കുമായിരുന്നു. റെഡ് ബോൾ ക്രിക്കറ്റിനകത്ത് ഇട്ട് ആ മനുഷ്യന്റെ ഋതം മൊത്തം കളഞ്ഞു. ഇന്ന് ആ ചെറുക്കൻ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. ഒരാൾ റെഡ് ബോൾ ക്രിക്കറ്റിൽ നിന്ന് വൈറ്റ് ബോൾ ക്രിക്കറ്റിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോഴത്തേനും വളരെ പ്രയാസമാണ്. ഒരു കാലത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ 3 ഫോർമാറ്റിന്റെ പ്ലെയർ ആയിരുന്നു SSC ജയ്സ്വാൾ. പക്ഷേ ശുഭ്മൻ ഗില്ലിന് വേണ്ടി SSC ജയ്സ്വാളിനെ വെട്ടി. ഗില്ലിനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യും, ഒരു കുഴപ്പമില്ല. അതുപോലെ SSC ജയ്സ്വാളിനെ പ്രൊമോട്ട് ചെയ്യട്ടോ. ഗില്ലിനെ കാട്ടി എന്തുകൊണ്ട് 2 പടി മേളിൽ തന്നെയാണ് SSC ജയ്സ്വാൾ. കളിച്ച 4ാമത്തെ കളിയിൽ വന്നിട്ട് മേഡിന് സെഞ്ചുറി എടുത്തു. 3 ഫോർമാറ്റിലും സെഞ്ചുറി ഉണ്ട്. അതാണ് SSC ജയ്സ്വാൾ. നിങ്ങൾ ഒതുക്കി വെച്ചതാ. നിങ്ങൾക്ക് പിടിക്കത്തില്ലല്ലോ. പാനിപ്പൂരി വിൽക്കുന്നവരൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അജിത് അഗാക്കറിന് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. വർണ്ണവെറിയ. കളർ നോക്കി എടുക്കത്തുള്ളൂ ടീമിലോട്ട്, പേര് നോക്കി എടുക്കത്തുള്ളൂ. ഇതൊക്കെയാണ് അജിത് അഗാക്കറും ഗൗതം ഗംഭീറും കൂടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് സംഭാവന ചെയ്തത് ഈ കുറച്ച് 6 മാസം 1 വർഷത്തിനിടയ്ക്കായിട്ട്. നാണക്കേടിന്റെ റെക്കോർഡുകളാണ് ഇവർ രണ്ടും കൂടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് സംഭാവന ചെയ്തത്. ഇന്നെന്തായാലും ഒരു ODI സീരീസ് ജയിപ്പിച്ച് ഗംഭീറിന്റെ കസേര ഒന്ന് ഉറപ്പിച്ചെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഇവർ ഇരിക്കുന്നിടത്തോളം കാലം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം രക്ഷപ്പെടാൻ പോകുന്നില്ല. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ 2 ഇറങ്ങി പോവുക. ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു കുഴപ്പമില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഹെഡ് കോച്ചും ഈ വർണ്ണവെറിയനായിട്ടുള്ള അജിത് അഗാക്കറുമാണ്. ഇവരങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ODI സ്കോഡ് നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആണ്, ബെറ്റർ ആണ്. ശ്രേയസ് അയ്യരും ബുംറയും സിറാജും ശുഭ്മൻ ഗില്ലും ഒക്കെ വരുമ്പോഴത്തേനും ODI ഫോർമാറ്റും അല്പം കൂടെ ബെറ്റർ ആവും. സോ നീയൊക്കെ ഇരിക്കുന്നിടത്തോളം കാലമാണ് ആവശ്യമില്ലാത്തതിനെയൊക്കെ പിടിച്ച് പ്രൊമോട്ട് ചെയ്യും. ജുറേലിനെ പ്രൊമോട്ട് ചെയ്യും, സുന്ദറിനെ പ്രൊമോട്ട് ചെയ്യും, നിതീഷ് കുമാർ റെഡ്ഡിയെ പ്രൊമോട്ട് ചെയ്യും. ആവശ്യമില്ലാത്ത കുറേ ടാലന്റിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് നിന്റെയൊക്കെ പരിപാടി. സോ ഒഴിഞ്ഞു പോകും, ഇന്ത്യൻ ക്രിക്കറ്റിനെ രക്ഷിക്കുക. അത്രയും നിന്നോടൊക്കെ പറയാനുള്ളൂ ഇപ്പം. സോ ഇന്നത്തെ കളിയിലോട്ട് വരാം. ഇന്ത്യൻ ടീമിന് അങ്ങനെ ടോസ് കിട്ടി. 21ാമത്തെ കളിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ടോസ് കിട്ടി. ടോസ് ഇന്ത്യൻ ടീമിന് കിട്ടിയപ്പോഴത്തേന് ബാവുമയുടെ എക്സ്പ്രഷൻ എല്ലാം ഉണ്ടായിരുന്നു മുഖത്ത്. കളി തോക്കുമെന്നുള്ളത് അവരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്ന് കണ്ടത്. പലരും പറഞ്ഞായിരുന്നു സൗത്ത് ആഫ്രിക്ക ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ 400 റൺസ് എടുക്കുമെന്ന്. എവിടെ? 300 റൺസ് പോലും എടുത്തില്ല. മഞ്ഞത്ത് കിടന്ന് ഇന്ത്യയുടെ ബോളർമാരെ അടിച്ചതുപോലെ അല്ല ഒരു ഗ്രിഫ്റ്റ് കിട്ടുന്ന സ്കിഡ് ചെയ്യുന്ന ഒരു സർഫസിൽ ഇന്ത്യൻ ബോളർമാരെ കളിക്കുമെന്ന് വെച്ചാൽ. കുൽദീപിനെ മഞ്ഞത്ത് കിടന്ന് അടിക്കുന്ന പോലെ എളുപ്പമല്ല ഗ്രിഫ്റ്റ് കിട്ടുന്ന ടോസ് ചെയ്യുന്ന ഒരു സർഫസിൽ കുൽദീപിനെ കളിക്കുമെന്ന് വെച്ചാൽ. കുൽദീപ് സൂപ്പർ ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. മാച്ച് വിന്നർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കുൽദീപ് യാദവ്. ആദ്യത്തെ കളിയിലും ഇന്ത്യ വിജയിപ്പിക്കുന്നു കുൽദീപ് യാദവ്. ഇന്നത്തെ കളിയിലും ബ്രേക്ക് ത്രൂ ഇടുന്നു കുൽദീപ് യാദവ്. 4 വിക്കറ്റ് ഇടും. സൂപ്പർ പ്രകടനം കാഴ്ചവെക്കുന്നു. കൃഷ്ണ തല്ലുകൊള്ളിയാണ് ചെണ്ടയാന്നൊക്കെ വിളിക്കുന്ന കൃഷ്ണ അടികൊണ്ടു, സത്യമാണ്. എന്നാൽ ഇന്ന് വന്നിട്ട് വിക്കറ്റ് എടുത്തു, ബ്രേക്ക് ത്രൂ എടുത്തു. 300 റൺസിനകത്ത് സൗത്ത് ആഫ്രിക്കയെ പിടിച്ചു കെട്ടാൻ ഇന്ത്യൻ ടീമിനായി. ഞാൻ ഇതിനു മുമ്പ് 2 വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നിങ്ങൾ കണ്ടവർക്കറിയാം. ഇന്ത്യൻ ബോളർമാരെ നമുക്ക് അത്രമാത്രം ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. നല്ല ഡ്യൂ ആണ്. ഇങ്ങനെയുള്ള ഒരു സർഫസിൽ എങ്ങനെ ബോൾ ചെയ്യുന്നത് വളരെ പാടാണ്. എന്നിരുന്നാലും ഞാൻ പറയും, സൗത്ത് ആഫ്രിക്കയെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഇന്ത്യയുടെ ബോളർമാർ ബെറ്റർ ആയിട്ടാണ് ബോൾ ചെയ്തത്. ഇന്ന് സൗത്ത് ആഫ്രിക്കയുടെ ബോളിംഗ് നോക്ക്. 9 വിക്കറ്റിന് ഇന്ത്യ ജയിച്ചു കയറിയത്. 9 വിക്കറ്റിന് ഇന്ത്യ ജയിച്ചു കയറി. 2 കളിയിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ബോളർമാരെ കളിയെ ക്ലോസ് ആയിട്ട് കൊണ്ടുപോയി. പവർ പ്ലേക്കകത്ത് ഇന്ത്യയുടെ ബോളർമാർക്ക് വിക്കറ്റ് എടുക്കാൻ കഴിയും. ഇന്ന് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ പവർ പ്ലേ മനോഹരമായിട്ട് യൂട്ടിലൈസ് ചെയ്തു. 10 ഓവറിനകത്ത് വിക്കറ്റ് കൊണ്ട് കൊടുത്തതില്ല സൗത്ത് ആഫ്രിക്കയ്ക്ക്. ഇന്ത്യൻ ബോളർമാരെക്കാട്ടി കൂടുതൽ എക്സ്ട്രാ ആണ് സൗത്ത് ആഫ്രിക്കയുടെ ബോളർമാർ കൊണ്ട് കൊടുക്കുന്നത്. ഇന്ന് 13 വൈഡാണ് സൗത്ത് ആഫ്രിക്കയുടെ ബോളർമാർ എറിഞ്ഞത്. ഇന്ത്യ നോക്കുവാണെങ്കിൽ ഇന്ന് 7 വൈഡാണ് എറിഞ്ഞത്. സോ എക്സ്ട്രയുടെ കാര്യത്തിലും സൗത്ത് ആഫ്രിക്കയുടെ ബോളർമാർ ഒരുപാട് പുറകിലായിരുന്നു. സോ ഞാൻ പറയുന്നില്ല നമ്മുടെ ബെറ്റർ ബോളർമാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ പൊട്ട ടീം സെലക്ഷനാണ്.
ഇവരുടെ കൂട്ടത്തിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ബോളറേയും കൂടി ഇട്ടിട്ട് ഇവരെ കളിപ്പിക്കണമായിരുന്നു. എന്നാൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ കളിയിലൊക്കെ മേ ബി ഇന്ത്യക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ബോളറുടെ കൂട്ടത്തിൽ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ബോളർമാരെ ഇടണമായിരുന്നു. നമ്മുടെ പൊട്ട സെലക്ടർമാർക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല. നോക്കിക്കേ, കൃഷ്ണ 20 കളി കളിച്ചു 33 വിക്കറ്റ് എടുത്തു. എക്കണോമി നോക്കുകയാണെങ്കിൽ 5.6 കൃഷ്ണയെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ കൃഷ്ണയ്ക്ക് വിക്കറ്റ് എടുക്കാൻ കഴിയും. പക്ഷേ കൃഷ്ണയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 6 മീറ്റർ ലെങ്തിൽ ബോൾ ചെയ്യാൻ കൃഷ്ണയ്ക്ക് അറിയത്തില്ല. കൃഷ്ണയുടെ ലെങ്ത് നോക്കുകയാണെങ്കിൽ 8 മീറ്റർ 7 മീറ്റർ ഒക്കെ ആയിരിക്കും. അർഷദ് റാണ നോക്കുകയാണെങ്കിൽ 10 കളി കളിച്ചുള്ളൂ, 21 വിക്കറ്റ് എടുത്തു, 5.6 എക്കണോമി. അർഷ്ദീപ് സിംഗ് നോക്കുകയാണെങ്കിൽ 13 കളിയാണ് കളിച്ചത് ഓഡിയയിൽ, 21 വിക്കറ്റ് എടുക്കാൻ അർഷ്ദീപ് സിംഗിനും കഴിഞ്ഞു. സോ ഇവരെയൊക്കെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യും. ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ കൂടെ ഇട്ടിട്ട് ഇവരെ യൂട്ടിലൈസ് ചെയ്തിരുന്നെങ്കിൽ മേ ബി രണ്ടാമത്തെ കളിക്ക് ഇന്ത്യക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ. സോ ഇതൊക്കെയാണ് പൊട്ട ടീം സെലക്ഷൻ എന്ന് പറയുന്നത്. എന്നിരുന്നാലും സൗത്ത് ആഫ്രിക്കയ്ക്കായിട്ട് ബെറ്റർ ആയിട്ട് നമ്മുടെ പേസ് ബോളർമാർ ബോൾ ചെയ്തെന്നുള്ളത് ഇന്നത്തെ റിസൾട്ടിനകത്തുണ്ട്. ഒറ്റ ഒരു വിക്കറ്റ് സൗത്ത് ആഫ്രിക്കയ്ക്ക് നമ്മൾ എടുക്കാൻ കഴിഞ്ഞു, ഒറ്റ ഒരു വിക്കറ്റ്. സോ അതാണ് അവർ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് സിറാജിന് ശേഷം അല്ലെങ്കിൽ ബുംറയ്ക്ക് ശേഷം ഷാമിക്ക് ശേഷം ബോളർമാർ വേണം. നമുക്ക് ബെഞ്ച് സ്ട്രെങ്ത് വേണം. ബാറ്റിങ്ങിൽ മാത്രം ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ടായാൽ പോരാ, ബോളിങ്ങിനകത്തും ബെഞ്ച് സ്ട്രെങ്ത് വേണം. ഇന്ന് അവരൊന്ന് തെളിയിച്ചു. അടി ഉണ്ടെങ്കിലും കൃഷ്ണ തിരിച്ചു വരാൻ കഴിഞ്ഞു കൃഷ്ണയ്ക്ക്. സോ ഇന്നത്തെ മത്സരത്തിലോട്ട് വരാം. സൗത്ത് ആഫ്രിക്ക എവിടെയാണ് തോറ്റത്? ഇന്ത്യക്ക് ടോസ് കിട്ടിയപ്പോഴത്തേനും സൗത്ത് ആഫ്രിക്ക ഏകദേശം പരാജയമാണ്. ഇന്ന് സൗത്ത് ആഫ്രിക്ക നോക്കിയത് എങ്ങനെയെങ്കിലും ഒരു 400 റൺസ് കണ്ടെത്തണം, അല്ലെങ്കിൽ ഇന്ത്യ ഈ സ്കോർ ചേസ് ചെയ്യുമെന്ന് സൗത്ത് ആഫ്രിക്ക നല്ലവണ്ണം അറിയായിരുന്നു. അതായത് മാത്യു ബ്രിസ്കയുടെ ഷോട്ട് മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി. റണ്ണ ബോൾ കളിക്കുന്ന ഒരു പ്ലെയറാണ് മാത്യു ബ്രിസ്കെ. ഇന്ന് വന്നിട്ട് നോക്കുവാണെങ്കിൽ ഒരു ടോ ഷോട്ട് കളിക്കാൻ പോകുന്നു, വിക്കറ്റ് കൊണ്ട് കളയുന്നു. ബ്രേവിസ് അടിച്ച് വിക്കറ്റ് കൊണ്ട് കളയുന്നു. ബോഷ് അടിച്ച് അവിടെ വിക്കറ്റ് കൊണ്ട് കളയുന്നു. എല്ലാവരും നോക്കുവാണെങ്കിൽ ഡ്യൂവിൽ കടന്ന് ഇന്ത്യ ബോളർമാരെ അടിച്ചതുപോലെ ഇങ്ങനെ ഒരു സർഫസിൽ ഗ്രിഫ്റ്റ് കിട്ടുന്ന അല്ലെങ്കിൽ ടോസ് ചെയ്യുന്ന സ്കിഡ് ചെയ്യുന്ന ഒരു സർഫസിനകത്ത് ഇന്ത്യയുടെ ബോളർമാരെ അടിച്ച് 400 റൺസ് കണ്ടെത്താമെന്നുള്ള പൊട്ട വിചാരമായിരുന്നു. അതൊന്നാലും നടന്നില്ല, ചീറ്റിപ്പോയി. അതുപോലെ തന്നെ ആയിരുന്നു മാക്രത്തെ ഇവരെന്ത് ചെയ്ത്? കഴിഞ്ഞ കളിയിൽ സെഞ്ചുറി എടുത്ത മാക്രത്തെ ഇന്ന് നമ്പർ 5 കൊണ്ട് കളിപ്പിക്കുന്നു. റിക്കൾട്ടനെ മാറ്റിയിട്ട് മാക്രത്തെ ഇവർക്ക് ഓപ്പണിങ്ങിൽ ഇടാമായിരുന്നു. സോ ആ ഒരു പൊട്ടത്തരം കാണിച്ചു. അത് ഇന്ത്യക്ക് എന്തായാലും ഗുണമായി. മാക്രവും വന്ന് അവിടെ സ്ട്രഗിൾ ചെയ്തിട്ട് പോകുന്നു. സോ ഒരു 320 റൺസ് അല്ലെങ്കിൽ 350 റൺസ് റണ്ണ ബോൾ എടുത്താൽ പോലും ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ 168 റൺസ് നോക്കുവാണെങ്കിൽ 3 വിക്കറ്റ് പോയെടുത്ത് നിന്ന് 270 റൺസിനകത്ത് സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ട് ആയി. അതായത് 50 ഓവർ പോലും തികച്ച് കളിക്കാൻ സൗത്ത് ആഫ്രിക്കയെ കൊണ്ട് കഴിഞ്ഞില്ല. റണ്ണ ബോൾ കളിച്ചിരുന്നെങ്കിൽ 320 350 റൺസ് എടുക്കാമായിരുന്നു. പക്ഷേ ഇന്ത്യ ചേസ് ചെയ്യുന്നുള്ള വെപ്രാളത്തിൽ 400 റൺസ് എടുക്കാൻ പോയതാണ് പണി പാളിയത്. സോ ഇന്നത്തെ മത്സരത്തിലോട്ട് വരുവാണെങ്കിൽ ഇന്ത്യയുടെ ബോളർമാർ നോക്കുവാണെങ്കിൽ മനോഹരമായിട്ട് ബോൾ ചെയ്ത് പവർ പ്ലേക്കകത്ത് അർഷ്ദീപ് സിംഗിന് വന്നിട്ട് വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞു. റിക്കൾട്ടന്റെ നോക്കുവാണെങ്കിൽ 8 ഓവർ വരെ സൗത്ത് ആഫ്രിക്കയെ പിടിച്ചു വെക്കാൻ ഇന്ത്യയുടെ ബോളർമാർക്കായി. ഹാഫ് ചാൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ അവിടെ ഡീകോക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സോ 8 ഓവറിൽ 25 റൺസ് ആയിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ സ്കോർ. നോക്കുവാണെങ്കിൽ 3 റൺ റേറ്റ്. പക്ഷേ കൃഷ്ണ അങ്ങോട്ട് വരുന്നു ബോൾ ചെയ്യാൻ വേണ്ടി. 2 ഓവറിനകത്ത് 27 റൺസ് കൊടുക്കുന്നു. കളിയുടെ മൂവ്മെന്റ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് തിരിഞ്ഞു സൗത്ത് ആഫ്രിക്കയുടെ പക്ഷത്തോട്ട് പോയി. 10 ഓവറിനകത്ത് ഇന്ത്യക്ക് സ്പിന്നർമാരെ കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. 2 സൈഡിലും രവീന്ദ്ര ജഡേജയെ കൊണ്ടുവരേണ്ടതായിട്ട് വന്നു, കുൽദീപിനെ കൊണ്ടുവന്നു, അതുപോലെ തന്നെ തിലക് വർമ്മ എന്ന പാർട്ട് ടൈം ബോളറെ കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. നോക്കുവാണെങ്കിൽ കളിയുടെ മൂവ്മെന്റ് കംപ്ലീറ്റ് സൗത്ത് ആഫ്രിക്കയുടെ വശത്തോട്ട് മാറി. അവിടെ അടി കിട്ടിയപ്പോഴത്തേനും കൃഷ്ണയ്ക്ക് അവിടെ ബാവുമേയും ഡീകോക്കും ചേർന്ന് 113 റൺസിന്റെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാകുന്നു. ഞാൻ വിചാരിച്ചു കളി കയ്യിൽ നിന്ന് പോയി. ഏകദേശം 350-400 റൺസ് ഈസി ആയിട്ട് അവിടെ കണ്ടെത്തുമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് രവീന്ദ്ര ജഡേജയുടെ എൻട്രി വരുന്നത്. രവീന്ദ്ര ജഡേജ വന്നിട്ട് അവിടെ ബാവുമയുടെ വിക്കറ്റ് എടുക്കാൻ കഴിയും. രവീന്ദ്ര ജഡേജയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 92-95 ബോളിന്റെ സ്പീഡ്. എന്നാൽ സ്ലോ ത്രൂ ദ എയർ എറിഞ്ഞപ്പോഴത്തേന് ഒരു 85 സ്പീഡിൽ എറിഞ്ഞപ്പോഴത്തേന് ബാവുമയുടെ വിക്കറ്റ് കിട്ടാനായി. ബോൾ ടോസ് ചെയ്ത് ബോളിന് ഗ്രിഫ്റ്റ് കിട്ടി. പോയിന്റിൽ വിക്കറ്റ് കൊടുത്തിട്ട് ബാവുമ പോയി അവിടെ ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവരാൻ രവീന്ദ്ര ജഡേജയ്ക്കായി. പിന്നെ നോക്കുവാണെങ്കിൽ തിലക് വർമ്മ ബോൾ ചെയ്യാൻ വരുന്നു. തിലക് വർമ്മ കണക്കിന് കിട്ടി ബ്രിഡ്സ്കിയുടെ കയ്യിൽ നിന്ന്. ഒരു ഓവറിൽ ബാക്ക് ടു ബാക്ക് 2 സിക്സ് അടിച്ച തിലക് വർമ്മ. നോക്കുവാണെങ്കിൽ കളി കംപ്ലീറ്റ് അവിടെ നിന്ന് തിരിയേണ്ടതായിരുന്നു. ഇന്ത്യയുടെ നോക്കുവാണെങ്കിൽ വേറൊരു ബോളിംഗ് ഓപ്ഷൻ ഇല്ല. കൃഷ്ണ നോക്കുവാണെങ്കിൽ അടി കൊണ്ടിട്ട് അവിടെ നിൽക്കുവാണ്. എന്നാൽ രണ്ടും കൽപ്പിച്ചിട്ട് ഒരു വഴിയില്ലാതെ രാഹുൽ കൃഷ്ണയെ കൊണ്ടുവരുന്നു. അല്പം കോൺഫിഡൻസ് ഒക്കെ കൊടുത്തിട്ട് കൃഷ്ണയെ തിരിച്ചു കൊണ്ടുവരുന്നു. കൃഷ്ണ ഓരോ ഓവറിനകത്ത് വന്നിട്ട് മെയിൻ 2 വിക്കറ്റ് എടുത്തിട്ട് ഇന്ത്യയെ മാച്ചിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നു കൃഷ്ണ. സൂപ്പർ സ്പെല്ലായിരുന്നു കൃഷ്ണയുടെ നോക്കുവാണെങ്കിൽ. രണ്ടാമത്തെ സ്പെല്ല് നോക്കുവാണെങ്കിൽ ആദ്യത്തെ ഓവറിൽ 2 ഓവറിൽ 27 റൺസ് വഴങ്ങിയ കൃഷ്ണ അടുത്ത രണ്ടാമത്തെ സ്പെല്ല് എറിയാൻ വരുന്നു. ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ കൊണ്ടുവരുന്നു. മാത്യു ബ്രിഡ്സ്കെ നോക്കുവാണെങ്കിൽ അപകടകാരിയായ ഒരു ബാറ്റ്സ്മാനാണ്. റണ്ണ ബോൾ കളിക്കേണ്ട ഒരു ബാറ്റ്സ്മാനാണ്. നോക്കുവാണെങ്കിൽ ഫുഡ് മൂവ്മെന്റ് നോക്കുവാണെങ്കിൽ ബ്രിഡ്സ്കെക്ക് ഇല്ല വലുതായിട്ട്. ഫുൾ ലെങ്ത് ബോൾ എറിയുവാണെങ്കിൽ ബ്രിഡ്സ്കെ വീഴും. കഴിഞ്ഞ കളി നോക്കുവാണെങ്കിൽ ഫുൾ ലെങ്ത് ഡെലിവറിയിൽ ഔട്ടായത്. ഈ പ്രാവശ്യം നോക്കുവാണെങ്കിൽ അല്പം കൂടെ മാറ്റിയിട്ട് ഗുഡ് ലെഗ് ഡെലിവറി എറിഞ്ഞു. ലെഗ് ബിഫോർ ആയിട്ട് മാത്യു ബ്രിഡ്സ്കെയുടെ വിക്കറ്റ് എടുക്കാൻ കൃഷ്ണയ്ക്കായി. മനോഹരമായൊരു സ്പെല്ലായിരുന്നു നോക്കുവാണെങ്കിൽ. 8 മീറ്റർ 7 മീറ്റർ ലെങ്തിലാണ് ആദ്യത്തെ സ്പെല്ല് വന്ന് എറിഞ്ഞത്. എന്നാൽ രണ്ടാമത്തെ സ്പെല്ലായപ്പോഴത്തേന് ഗുഡ് ലെങ്ത് ഡെലിവറി എറിഞ്ഞു. 6 മീറ്റർ 5 മീറ്റർ ലെങ്തിൽ എറിയാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ യോക്കർ ലെങ്ത് എറിയാൻ കഴിഞ്ഞു. ഫുൾ ലെങ്ത് ഡെലിവറി എറിയാൻ കഴിഞ്ഞു. മനോഹരമായിട്ട് സെക്കൻഡ് സ്പെല്ലിനെ യൂട്ടിലൈസ് ചെയ്തു കൃഷ്ണ. ഇന്ത്യയെ മാച്ചിലോട് തിരിച്ചു കൊണ്ടുവന്നു. അതേ ഓവറിൽ തന്നെ മാക്രത്തിന്റെ വിക്കറ്റ് എടുക്കാൻ കൃഷ്ണയ്ക്കായി. അവിടെ നോക്കുവാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക പരിങ്ങിലോട്ട് പോയി. പിന്നെയാണ് കുൽദീപ് യാദവിന്റെ സെക്കൻഡ് സ്പെല്ല് 38ാമത്തെ ഓവറിൽ KL രാഹുൽ കുൽദീപ് യാദവിനെ കൊണ്ടുവരുന്നു. അവിടെ ഒരു ഓവറിനകത്ത് വന്ന് 2 വിക്കറ്റ് എടുക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റ്.
ബ്രേവ്സിനെ പറഞ്ഞു വിടുന്നു. അതേ ഓവറിൽ തന്നെ യാൻസന്റെ വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞു. അപകടകാരിയായ യാൻസന്റെ വിക്കറ്റ് എടുത്തു ഇന്ത്യയെ മാച്ചിലോട്ട് തിരിച്ചു കൊണ്ടുവന്നു കുൽദീപ് യാദവ്. അതുപോലെ തന്നെ അപകടകാരിയായ ബോഷിന്റെ വിക്കറ്റ് എടുക്കാൻ കുൽദീപ് യാദവിനായി. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 വിക്കറ്റുകൾ വന്നെടുക്കാൻ കൃഷ്ണയ്ക്കും കുൽദീപ് യാദവിനുമായി ഇന്ത്യയെ മാച്ചിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യയുടെ ബോളർമാർക്കായി. സ്പിന്നർമാർക്ക് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു, ഗ്രിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു, ടേൺ കൊടുക്കുന്നുണ്ടായിരുന്നു, ചില ബോളൊക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് കുൽദീപ് യാദവിൻ്റെ ഒരു ബെനിഫിറ്റ്. ഇങ്ങനെയുള്ള റിസ്ക് സ്പിന്നർമാർ ടീമിലുണ്ടെങ്കിൽ ഇതാണ് ബെനിഫിറ്റ്. ഇന്ന് ഒരു സ്പിന്നറും കൂടെ വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. രവീന്ദ്ര ജഡേജയെക്കാട്ടി നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ വരുൺ ചക്രവർത്തിയെ കൂടെ ഒരു റിസ്ക് സ്പിന്നറും കൂടെ ഇന്ത്യൻ ടീമിൽ ഉണ്ടെങ്കിൽ ഓഡിയ ക്രിക്കറ്റിൽ സൂപ്പർ ആയിരിക്കും. ഫ്ലാറ്റ് പിച്ചൊക്കെ ആണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് വിക്കറ്റ് എടുക്കാൻ കഴിയും. റിസ്ക് സ്പിന്നർമാരുടെ ഒരു ബെനിഫിറ്റ് അതാണ്. അക്ഷർ പട്ടേൽ വരുവാണെങ്കിൽ നമ്പർ 5 അക്ഷർ പട്ടേലിന് കളിക്കാൻ കഴിയും. രവീന്ദ്ര ജഡേജയ്ക്ക് പകരം എൻ്റെ അഭിപ്രായത്തിൽ വരുൺ ചക്രവർത്തി ആയിരിക്കും അല്പം കൂടെ നല്ലതെന്നാണ് തോന്നുന്നത്. സോ ഇന്ത്യയുടെ ബോളർമാർക്ക് സൗത്ത് ആഫ്രിക്കയെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞു. ഒരു 350 റൺസോടൊന്നും പോകാതെ ഇന്ത്യയുടെ ബോളർമാരായ കുൽദീപ് യാദവും കൃഷ്ണയും കൂടെ ചേർന്ന് സൗത്ത് ആഫ്രിക്കയെ പിടിച്ചു കെട്ടാനായി. പിന്നെ ഇന്ത്യയുടെ ഫീൽഡിംഗ് എടുത്ത് പറയണം കേട്ടോ. ഇന്ന് സൂപ്പർ ഫീൽഡിംഗ് ആയിരുന്നു. SSC ജയ്സ്വാൾ ആണെങ്കിലും രോഹിത് ശർമ്മയാണെങ്കിലും KL രാഹുൽ നല്ലപോലെ ഇന്ന് കീപ്പ് ചെയ്തു. ഓവറോൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ഫീൽഡിംഗ് നോക്കുവാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. കഴിഞ്ഞ കളി നോക്കുവാണെങ്കിൽ വളരെ ശോകമല്ലായിരുന്നു. ഇന്നത്തെ കളിയിൽ ഫീൽഡിംഗ് വളരെ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിങ്ങിലോട്ട് വരാം. വളരെ വാച്ച്ഫുൾ ആയിട്ടാണ് ഇന്ത്യ ഇന്ന് ബാറ്റ് ചെയ്തത്. ആദ്യത്തെ 10 ഓവറിൽ വിക്കറ്റ് കൊണ്ട് കളയാതെ ഇന്ത്യ ബാറ്റ് ചെയ്തു. അതായത് അണ്ടർ ലൈറ്റിൽ നോക്കുവാണെങ്കിൽ ബോൾ അല്പം മൂവ് ചെയ്യും. സോ മാർക്കോ യാൻസനാണെങ്കിലും ലുങ്കി ഇംഗ്ഡിക്കായാലും വിക്കറ്റ് കൊണ്ട് കളയാതെ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ രോഹിത് ശർമ്മയും SSC ജയ്സ്വാളും കൂടെ നല്ലൊരു സ്റ്റാർട്ട് കിട്ടി. 10 ഓവറിനകത്ത് 40 റൺസ് എടുക്കാൻ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർക്കായി. അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ SSC ജയ്സ്വാൾ അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തു. അവർ ഔട്ട്സൈഡ് ദ ഓഫ് സ്റ്റമ്പിൽ ബോൾ ഇട്ട് കൊടുക്കുമായിരുന്നു. സ്ക്വയർ കട്ട് ചെയ്യടാന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ചെയ്യത്തില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിൽ SSC ജയ്സ്വാൾ ബാറ്റ് ചെയ്തു. അതിൻ്റെയാണ് നമ്മളിന്ന് കണ്ടത്. 100 റൺസ് എടുക്കാൻ SSC ജയ്സ്വാളിനായി. ഫസ്റ്റ് 50 SSC ജയ്സ്വാൾ എടുത്തത് 75 ബോളാണ് 50 റൺസ് എടുത്തത്. വളരെ കെയർഫുള്ളായിട്ടാണ് കളിച്ചത്. ഇന്നൊരു സെഞ്ചുറി എടുത്തിട്ടേ പോകത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് കളിച്ചത്. എന്നാൽ ആദ്യമേ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവായിരുന്നു. പിന്നെ നോക്കുവാണെങ്കിൽ 111 ബോളിൽ നിന്ന് 100 എടുക്കാൻ കഴിഞ്ഞു. സ്ട്രൈക്ക് റേറ്റ് അവിടെ ഉയർത്താൻ കഴിഞ്ഞു. മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു കേട്ടോ. ഇന്ത്യയുടെ 3 ഫോർമാറ്റിനും എന്തുകൊണ്ട് പറ്റിയ പ്ലെയർ ആണെന്ന് ഇന്ന് കാണിച്ചു തന്നു. സൂപ്പർ പ്ലെയർ 3 ഫോർമാറ്റിൽ നോക്കുവാണെങ്കിൽ സെഞ്ചുറി അടിച്ചു. ലെഫ്റ്റ് ഹാൻഡർക്ക് നോക്കുവാണെങ്കിൽ ഈ സീരീസ് മൊത്തം ടെസ്റ്റ് സീരീസിലാണെങ്കിലും ODI സീരീസിലാണെങ്കിലും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് വന്നിട്ട് മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു. ഗൗതം ഗംഭീറിൻ്റെ അടുത്തും ചീഫ് സെലക്ടറോടും പറഞ്ഞു ഗില്ലിനെ പരിഗണിക്കുന്ന പോലെ എന്നെയും കൂടെ പരിഗണിക്കണമെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കുവാണെങ്കിൽ ഇന്ന് വന്നിട്ട് SSC ജയ്സ്വാൾ കൊടുത്തു. മനോഹരമായിട്ട് ബാറ്റ്. പിന്നെ രോഹിത് ശർമ്മയുടെ ഫേവറേറ്റ് ഗ്രൗണ്ടാണ്. റൊക്കോയുടെ ഫേവറേറ്റ് ഗ്രൗണ്ടായിരുന്നു നോക്കുവാണെങ്കിൽ. രോഹിത് ശർമ്മയുടെ ആവറേജ് നോക്കുവാണെങ്കിൽ ഇവിടെ 50 ആണ്. അതായത് 3 സെഞ്ചുറി അടിച്ചിട്ടുണ്ട് ഈ വിശാഖപട്ടണത്ത്. സോ ഫേവറേറ്റ് ഗ്രൗണ്ടിൽ വന്നിട്ട് ഇന്ന് സൂപ്പറായിട്ട് കളിച്ചു. ഇന്ന് 3 ഫുൾ ഷോട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ലുങ്കി നിങ്കിടി അടിച്ച ഒരു ഫുൾ ഷോട്ട് സൂപ്പർ. അതുപോലെ തന്നെ ബോഷിനെ അടിച്ച ഫുൾ ഷോട്ട് മനോഹരമായിട്ട് ഇന്ന് ബാറ്റ് ചെയ്തു. SSC ജയ്സ്വാളിൻ്റെ മേലുള്ള പ്രഷറിനെയൊക്കെ എടുത്ത് കളയാൻ രോഹിത് ശർമ്മയുടെ ബാറ്റിങ്ങിനായി. 75 റൺസ് എടുക്കുന്നു, 3 6ഉം 7 4ഉം ആയിട്ട്. ആ ഒരു സീപ്പ് ഷോട്ടിൻ്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ. ഇന്നൊരു സെഞ്ചുറി എടുത്തിട്ട് പോകായിരുന്നു. ഓസ്ട്രേലിയയിൽ ഫോം ആവുന്നു, ഇവിടെ വന്നിട്ട് ഫസ്റ്റ് കളിയിൽ ഫോം ആവുന്നു, അവസാനത്തെ കളിയിൽ ഫോം ആവുന്നു, ടീമിനെ വിജയിപ്പിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് വേണം? രോഹിത് ശർമ്മയും വിരാട് കോഹ്ലി. ഇന്ന് രോഹിത് ശർമ്മയുടെ ഒരു ഇന്നിങ്സാണ് ഇന്ന് കളിയെ ജയിപ്പിച്ചത്. പിന്നെ വിരാട് കോഹ്ലി ഇവിടുത്തെ ആവറേജ് പരിശോധിക്കുകയാണെങ്കിൽ 97 റൺസിൻ്റെ ആവറേജ്. നോ ലുക്ക് ഷോട്ടൊക്കെ വന്ന് കളിക്കുന്നുണ്ട്. 37ാമത്തെ വയസ്സിൽ ഈ മനുഷ്യൻ വേറെ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ ഒരു വിൻറ്റേജ് വിരാട് കോഹ്ലിയെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് കട്ട കളിപ്പിലായിരുന്നു. 145 സ്ട്രൈക്ക് റേറ്റിലാണ് വന്ന് കളിച്ചത്. 3 6. മിഡ് വിക്കറ്റിൻ്റെ മണ്ടേ കൂടെ നോക്കുകയാണെങ്കിൽ 2 6 അടിക്കുന്നുണ്ടായിരുന്നു. സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു. പക്ഷേ റൺസ് കുറവായി പോയി സൗത്ത് ആഫ്രിക്ക. അല്ലെങ്കിൽ ഇന്ന് വന്നിട്ട് ബാക്ക് ടു ബാക്ക് 100 അടിച്ചിട്ടേ പോകത്തുള്ളായിരുന്നു. ഈ സീരീസ് നോക്കിക്കുക, 2 സെഞ്ചുറി 1 ഹാഫ് സെഞ്ചുറി. ലാസ്റ്റ് 4 സീരീസ് നോക്കുവാണെങ്കിൽ കളിച്ച എല്ലാ കളിയിലും 50+ സ്കോർ കണ്ടെത്താൻ വിരാട് കോഹ്ലിക്കായി. ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ഒന്നും കളിക്കണ്ട, ഇങ്ങനെ കളിച്ചാൽ മതി. 2027 വരെ ഇതുപോലെ ഡെലിവറി ചെയ്ത് തരും. വേണമെങ്കിൽ കപ്പ് അടിപ്പിച്ച് തരുമോ എന്നുള്ള കാര്യം അജിത് അഗാക്കറിനോടും ഗൗതം ഗംഭീറിനോടും അവർ പറഞ്ഞിട്ടുണ്ട്. സോ ODI ടീമിൽ എനിക്ക് ഇപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട് കേട്ടോ. ഇന്ത്യയുടെ ODI ടീം മോശമല്ല. ശുഭ്മൻ ഗിൽ വരുമ്പോഴത്തേനും, ശ്രേയസ് അയ്യർ വരുമ്പോഴത്തേനും, അല്ലെങ്കിൽ ബുംറ, സിറാജ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ബോളർമാർ വരുമ്പോഴത്തേനും ഇന്ത്യയുടെ ടീം ഒരുപാട് സ്ട്രോങ് ആവും. സോ സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു.